ആരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഫാറൂഖുന സയ്യിദ് ഉമർ തന്നാട്ടിൽ വഴിമധ്യമില്ലൊരു പാട്ടു കേട്ടൊരു വീട്ടിൽ കള്ളും കുടിച്ചു രസിച്ചുകൊണ്ടാ പാട്ട് ഉടനെ പറഞ്ഞു തുറക്കടോ നീ പൂട്ട്. തന്റെ ഭരണപരിധിയിൽ ഇസ്ലാമിന്റെ ഭരണം കാഴ്ചവെച്ച് ആദിലായ നീതിപരമായ ഭരണം കാഴ്ചവെച്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. മജ്ദൂബീങ്ങളിൽപ്പെട്ട ഔലിയാക്കളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഔലിയാക്കളിൽ പലവിധം ഔലിയാക്കളുണ്ട്. അതിൽ മജ്ദൂബിയായ ഔലിയാക്കളിൽ ഒരു നേരം ഉമർ ഇബ്നുൽ ഖത്താബ് ഉൾപ്പെടുന്നുണ്ട്. ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചു പരിധി കവിഞ്ഞു, അളവ് കവിഞ്ഞു. പുന്നാര നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ നിമിഷം പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിന്റെ ജനാസ വെള്ള തുണിയിൽ ഇങ്ങനെ പുതച്ച് കിടക്കുമ്പോഴാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വാർത്തയറിഞ്ഞിട്ട് മനസ്സ് തകർന്നിട്ട് ശരീരം തളർന്നിട്ട് അതേ കാലുകൾ ഇങ്ങനെ ഇടറുകയാണ്, പതറുകയാണ്, വിറക്കുകയാണ്. ഹബീബിന്റെ ആ ജനാസയുടെ മുമ്പിൽ അങ്ങോട്ട് വന്നു നിൽക്കുമ്പോ പുഞ്ചിരി തൂകിയിട്ട് കണ്ണടച്ച് കിടക്കുന്ന പ്രകാശത്തിന്റെ മുഖഭാവമുള്ള മുത്തിന്റെ മുഖം അങ്ങോട്ട് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് പരിസരം മറന്നിട്ട് അരയിൽ ഉറങ്ങിക്കിടക്കുന്ന മിന്നിത്തിളങ്ങുന്ന ഖഡ്ഗം വലിച്ചൂരിയിട്ട് അതാ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ ചുറ്റുഭാഗത്ത് ഓടി നടക്കുകയാണ്. ഊരിപ്പിടിച്ച വാളുമായിട്ട് ഉമർ വിളിച്ചു പറയുന്നത് എന്താ? ആരാടാ എന്റെ ഹബീബ് വഫാത്തായെന്ന് പറഞ്ഞത്? ആരാ എന്റെ ഹബീബ് മരിച്ചു എന്ന് പറഞ്ഞത്? ആരെങ്കിലും എന്റെ ഹബീബ് മരിച്ചു എന്ന് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞ അവന്റെ കഴുത്ത് ഞാൻ വെട്ടിയെറിഞ്ഞ് വലിച്ചെറിയുമെന്ന് പറഞ്ഞിട്ട് മുത്തിന്റെ ജനാസയ്ക്ക് ചുറ്റുഭാഗത്ത് ഓടി നടന്ന് ഊരിപ്പിടിച്ച വാളുമായി അലറി വിളിച്ചുകൊണ്ട് പറയുമ്പോ പരിസരത്ത് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് സ്വഹാബത്ത് പരിഭ്രാന്തരാകി പോകുകയാണ്, പേടിച്ചു വിറച്ചു പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകൂലടാ, എന്റെ ഹബീബ് മരിക്കൂല, എന്റെ ഹബീബ് എങ്ങാനും മരിച്ചൂന്ന് ആരെങ്കിലും പറഞ്ഞ അവനെ ഞാൻ വെറുതെ വിടൂല, അവനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് പുന്നാര നബി തങ്ങളെ ജീവനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട, സ്വന്തം കുടുംബത്തെക്കാൾ പോലും സ്നേഹിച്ച, സ്വന്തം മക്കളെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉറക്കപ്പറ ഉമർ ഇബ്നുൽ ഖത്താബ്. ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ച രൂപമാണ്. പ്രിയപ്പെട്ടവരെ, യമനിലേക്ക് യാത്ര തിരിച്ചു. ഉവൈസിനെ ഒന്ന് കാണണം, ദുആ ചെയ്യിപ്പിക്കണം, ഈ ആഗ്രഹമാണ്. യമനിന്റെ പ്രവിശ്യയിലൂടെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ നട്ടുച്ച സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ കുതിരയെ ഓട്ടിക്കുകയാണ് യമനിലേക്ക്. യമനിൽ ചെന്ന് ചോദിച്ചു, ഈ നാട്ടിലൊരു പാവപ്പെട്ട ആബിദായൊരു മനുഷ്യൻ താമസിക്കുന്നില്ലേ? ഉവൈസ് എന്ന പേരുള്ള ഒരു മഹാൻ ഇവിടെ എവിടെയാ താമസിക്കുന്നത്? അന്വേഷിച്ചു നടക്കുകയാണ്, അന്വേഷണം തുടരുകയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ അവിടെ അങ്ങനത്തെ വലിയ ഒരു മഹാനൊന്നും ജീവിച്ചിരിപ്പില്ല. പക്ഷേ അവിടെ ശുഷ്കിച്ച് ശരീരം മെലിഞ്ഞ് താടിരോമം വളർത്തിയ ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അതാ കർണിയുടെ ഒരു പർവ്വതത്തിന്റെ താഴെ ചുരുണ്ടു മടങ്ങിക്കിടക്കുന്നു. അവിടെയാണ് വാസം, അവിടെയാണ് താമസം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഉവൈസുൽ ഖർനി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കണ്ണടച്ചു പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, വഅലൈക്കുമുസ്സലാം യാ ഉമർ ഇബ്നുൽ ഖത്താബ്.
ഉടനെ തന്നെ മറുപടി കണ്ണു തുറന്നില്ല. ആശ്ചര്യത്തോടെ ഉമർ അത്ഭുതപ്പെട്ടു പോയി. കണ്ണു തുറക്കാതെ അമീറുൽ മുഅ്മിനീൻ വരവിന്റെ ഉദ്ദേശം എന്താ? അടുത്ത ചോദ്യം. കിടുകിടാ വിറച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഓ ഉവൈസുൽ ഖർനി, ഞാൻ വന്നിരിക്കുന്നത് ഹബീബായ നബി തങ്ങളുടെ വഫാത്ത് വരെ മുത്ത് നബി തങ്ങൾ പറയാറുണ്ട്, ഉവൈസുൽ ഖർനിയെ കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണമെന്ന്. എപ്പോഴും അവിടുത്തെ മദ്ഹ് ഇങ്ങനെ പറയാറുണ്ട്, സ്വഹാബത്തിനിടയിൽ ചർച്ച ചെയ്യാറുണ്ട്. നിങ്ങൾ ഇത്രമാത്രം പുരുഷയാക്കപ്പെട്ട, ഇത്രമാത്രം മഹത്വത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ എത്തിപ്പെടാൻ മുത്ത് നബി തങ്ങളുടെ മുഅ്ജിസത്തിന്റെ നാവ് കൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ നിങ്ങളെ കുറിച്ച് പറയാ. നിങ്ങൾ എന്തേ ഇത്ര വലിയ സൽക്കർമ്മം ചെയ്തത്? നിങ്ങൾ എന്തേ ഇത്ര വലിയ സുഹൃതം ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ശുഷ്കിച്ചും മെലിഞ്ഞുണങ്ങിയ പാവപ്പെട്ട മനുഷ്യൻ അതാ കിടക്കുന്ന ഭാഗത്തു നിന്ന് വിറച്ചു വിറച്ചു പതുക്കെ എഴുന്നേറ്റിരുന്നു. പതുക്കെ എഴുന്നേറ്റിരുന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുക, ഓ ഖലീഫയായ ചക്രവർത്തിയായ ഉമറേ, ലോകത്തിന്റെ നേതാവിനെ അതേ ഉഹദിന്റെ പോർക്കളത്തിൽ വെച്ചിട്ട് സത്യനിഷേധികൾ അപകടപ്പെടുത്താൻ ശ്രമിച്ചപ്പോ ലോകത്തിന്റെ നേതാവിന്റെ മുൻപല്ല് പൊട്ടി താഴെ വീണു എന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞപ്പോ, നിങ്ങളത് കണ്ടപ്പോ അതിന് പ്രായശ്ചിത്തമായി നിങ്ങൾ എന്താണ് ചെയ്തത്? അതിന് ദുഃഖമായി, ദുഃഖാചരണമായി നിങ്ങൾ എന്താണ് ചെയ്തത്? അമീറുൽ മുഅ്മിനീൻ. ചോദ്യം വല്ലാത്ത അർത്ഥവ്യാപ്തിയുള്ള ചോദ്യമാണ്. ഹബീബിന്റെ മുൻപല്ല് പൊട്ടി താഴെ വീണപ്പോ അതിന് ദുഃഖമായിട്ട്, സങ്കട സൂചനയായിട്ട് എന്താണ് നിങ്ങൾ ചെയ്തത്? അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഇസ്ലാമിക് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയല്ലേ, നിങ്ങൾ ഭരണാധികാരിയല്ലേ, റസൂലുള്ളാഹിനെ കൂടുതൽ സഹവാസത്തിലൂടെ കണ്ടവരല്ലേ, എന്താ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ മറുപടിക്കു പ്രയാസത്തോടെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉവൈസുൽ ഖർനിയുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുമ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് മറുപടി എന്താ പറയേണ്ടതെന്നറിയാതെ ഗദ്ഗദത്തോടെ മുത്ത് നബി തങ്ങളുടെ ആ സാഹചര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഉവൈസുൽ ഖർനിയുടെ മുമ്പിൽ മറുപടി പറയാതെ നിശബ്ദനായി നിൽക്കുകയാണ്. ഉടനെ തന്നെ ഉവൈസുൽ ഖർനി പറഞ്ഞു, ദേ നോക്കൂ ഉമറേ, ഇങ്ങോട്ട് നോക്ക്, എന്റെ വായിലേക്ക് നോക്ക്. എന്റെ ജീവന്റെ തുടിപ്പായ ലോകത്തിന്റെ നേതാവായ മദീനയുടെ നായകനായ എല്ലാ അനുഗ്രഹത്തിന്റെയും പ്രഥമ നിദാനമായി പടച്ച തമ്പുരാൻ തയ്യാറു ചെയ്യപ്പെട്ട ലോകാനുഗ്രഹിയുടെ പവിത്രമായ വായിലുള്ള മുൻപല്ല് പൊട്ടി താഴെ വീണു എന്ന വാർത്ത പാവപ്പെട്ട യമനുകാരനായ ഉവൈസ് അറിഞ്ഞപ്പോ കല്ലിന്റെ കരിങ്കല്ലിന്റെ ബോളറെടുത്തിട്ട് ആരോഗ്യമുള്ള എന്റെ വായിലെ പല്ലുകളൊക്കെ ഞാൻ പെട്ടെന്ന് തട്ടി താഴെയിട്ടു. എന്റെ ഹബീബിന്റെ മുൻപല്ല് ഉഹദിന്റെ പോർക്കളത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്തിനായി പീറയായ ഈ ഉവൈസിന്റെ പല്ല്, എന്തിനാ ഉവൈസിന്റെ വായിൽ പല്ല്? എന്റെ ജീവന്റെ തുടിപ്പായ, എന്റെ ചങ്കിലെ ചോരയായ ലോകത്തിന്റെ നേതാവിന്റെ മുൻപല്ല് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഉവൈസിന്റെ വായിലിന് പല്ല് വേണ്ടാന്ന് പറഞ്ഞിട്ട് കരിങ്കല്ലെടുത്തെന്റെ വായിലുള്ള പല്ലുകളൊക്കെ ഞാൻ തട്ടി താഴേക്ക് വലിച്ചെറിഞ്ഞു. എന്റെ ഹബീബിനോടുള്ള ഇഷ്കിന്റെ പ്രകടനമാണത്, എന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണത്. അതുകൊണ്ടാണ് എനിക്കിനി പല്ല് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചതെങ്കിൽ എന്റെ ഹബീബിനെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചിരുന്നു, എന്റെ ഹബീബിനെ ഞാൻ അത്രമാത്രം പ്രണയിച്ചിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു എന്നെ പൊരുത്തപ്പെടാനുള്ള കാരണം. ഇതല്ലേ ഞാൻ ഇന്നലെ ഓതി വെച്ചൊരു ഹദീസ് നിങ്ങളുടെ മനതലങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ നിങ്ങൾ? അൻത മഅമൻ അഹ്ബബ്ത അൽ മർഉ മഅമൻ അഹബ്ബ. മോനെ, ഈ ദുനിയാവിൽ വെച്ചു നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത്, മോളെ നീ പ്രപഞ്ചത്തിൽ വെച്ച് ആരെയാണോ പ്രണയിച്ചത്, നീ ഒരു സിനിമാ നടനെ പ്രണയിക്കുമ്പോ സിനിമാ നടനുള്ള സ്ഥാനം റബ്ബിന്
റബ്ബിന്റെ മുമ്പിൽ എന്താ? ഒരു സീരിയൽ നടന്നു കൊടുക്കുന്ന ആ മഹത്വം എന്താ? എന്നാൽ ആലിമിനെ സ്നേഹിച്ചോ, എന്നാൽ ഹബീബിനെ സ്നേഹിച്ചോ, എന്നാൽ കഴിഞ്ഞുപോയ ഔലിയാക്കളെ സ്നേഹിച്ചോ, ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളെ പ്രണയിച്ചോ, നിനക്കുള്ള സ്ഥാനം അൽ മറു മഅ മൻ അഹബ്ബ. നാളെ നീ സ്വർഗത്തിൽ അവരോടൊത്ത് ഉല്ലസിക്കുമെന്ന്, ഉല്ലസിക്കാൻ അവസരം നൽകുമെന്ന്, അധിവസിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമെന്ന് 1400 മുമ്പ് പരിശുദ്ധ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ആ മുത്തിനെ മനസ്സിലേറ്റിയിട്ട് നെഞ്ചിലേറ്റ് ജീവിക്കുന്നവർക്ക് എങ്ങനെയാ വ്യഭിചരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാ കളവ് പറയാൻ പറ്റുന്നത്? എങ്ങനെയാണ് തോന്നിവാസം ചെയ്യാൻ പറ്റുന്നത്? പ്രിയപ്പെട്ട പെങ്ങളെ, പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്ന പെൺകുട്ടി പാതിരാ സമയത്ത് തന്റെ പ്രണയിക്കുന്ന ചെറുപ്പക്കാരന്റെ കൂടെ വീട് വിട്ടൊളിച്ചോടി പോകുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വന്തം പ്രിയപ്പെട്ട പിതാവിനെ ഒഴിവാക്കിയിട്ട് സ്വന്തം 10 മാസം ഉദരത്തിലിട്ട് പ്രയാസപ്പെട്ട് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവ് അറിയാതെ അവരെ നീ ഒരു നിമിഷം പോലും സ്നേഹിക്കാതെ ഏതോ ഒരു പ്രണയിച്ച ചെക്കന്റെ പിന്നാലെ, ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ പിന്നാലെ നീ ഒളിച്ചോടുമ്പോ ഒരു നിമിഷം നീ ചിന്തിച്ചോ റസൂലുള്ള പറഞ്ഞത്? ഒരു ദിവസം നീ ചിന്തിച്ചോ? ഒരു നിമിഷം നീ ആലോചിച്ചോ ഹബീബിന്റെ പ്രഖ്യാപനം? മോളെ, നിനക്ക് സ്വർഗം കിട്ടൂല എന്നല്ല റസൂലുള്ള പറഞ്ഞത്, നീ സ്വർഗത്തിലെത്തൂല എന്നല്ല റസൂലുള്ള പറഞ്ഞത്. വലാ യദ്ഖുൽനൽ ജന്ന, നീ സ്വർഗത്തിൽ കടക്കൂല. വലാ യജ്ദിന റീഹഹാ ഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറത കദാ വകദാ സദഖ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സൊന്ന് തിരിച്ചോ, കാതുകളൊന്ന് തിരിച്ചോ, ഖൽബൊന്ന് ഇങ്ങോട്ട് തിരിച്ചു വെച്ചോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, തോന്നിവാസം നടക്കുന്ന പെണ്ണേ, അന്യപുരുഷനുമായി അവിഹിത ബന്ധത്തിലേർപ്പെടുന്ന പെണ്ണേ, പകലന്തിയോളം പ്രിയപ്പെട്ട ഭർത്താവ് പാടുപെട്ട് വിയർത്തൊഴുക്കിയിട്ട് കിട്ടുന്ന വിഹിതം കൊണ്ട് അതേ നെറ്റിൽ കാശ് കയറ്റിയിട്ട്, ഫോണിൽ കാശ് കയറ്റിയിട്ട് കാമുകനുമായി സല്ലപിക്കുന്ന പെണ്ണേ, നീ നല്ലവണ്ണം ചിന്തിച്ചോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാ, വലാ യദ്ഖുൽനൽ ജന്ന, നീ സ്വർഗത്തിൽ കടക്കൂല പെണ്ണേ എന്നല്ല പറഞ്ഞത്. വലാ യജ്ദിന റീഹഹാ ഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറത കദാ വകദാ. 10,000 കിലോമീറ്റർ അകലേക്ക് സ്വർഗത്തിൽ നിന്ന് അടിച്ചു വീശുന്ന ഒരു പരിമളമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ അകത്തളത്തിൽ നിന്ന് 1000 കിലോമീറ്റർ അകലേക്ക് അടിച്ചു വീശുന്ന ആ സ്വർഗീയ സുഗന്ധമുണ്ടല്ലോ, ആ സ്വർഗത്തിലെ സുഗന്ധം പെണ്ണേ, നിന്റെ ആ രാസാരന്ധ്രങ്ങളെ കൊണ്ട് ശ്വസിക്കാൻ, നിനക്ക് ആസ്വദിക്കാൻ അല്ലാഹു അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് 1400 മുമ്പ് പരിശുദ്ധ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് പറയുക. എങ്ങനെയാ ഹബീബിനെ സ്നേഹിച്ചാൽ തെറ്റ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാ ചെറുപ്പക്കാരുടെ കൂടെ മാതാപിതാക്കളെ ഒഴിവാക്കിയിട്ട് ഒളിച്ചോടാൻ പറ്റുന്നേ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈമാനിന്റെ കുറവ്, ഈമാനുള്ള ഒരു ഹൃദയത്തിനും അത്തരം ചിന്ത വരൂല. അല്ലാഹു നരകത്തിന്റെ അഗ്നിയിൽ ഉൾപ്പെടുത്തിയ ചില ശരീരങ്ങൾക്കും മാത്രമേ വ്യഭിചരിക്കാൻ പറ്റൂ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറ. അല്ലാഹു ഒഴിഞ്ഞു വെച്ച നേർച്ചക്കൊറ്റനെ ഒഴിഞ്ഞു വെക്കുന്നത് നേർച്ചക്ക് ആണ്ട് നടത്താനാ. എന്നാൽ തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു തെറ്റു ചെയ്യുന്നവരെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് വഖൂദുഹന്നാസു വൽ ഹിജാറ വഇദ്ദത്തിൽ ലിൽ കാഫിരീൻ എന്ന് വിശുദ്ധ ഖുർആൻ കർക്കശമായ ഭാഷയിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. പച്ച മനുഷ്യന്മാരെയും പാറക്കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നരകാഗ്നിയിൽപ്പെട്ട് ആ വെന്തുരുകുന്ന സമയം സുഹൃത്തേ, നിനക്കെന്നാണ് ചിന്ത വരുന്നത്? അന്നുള്ള ചിന്തക്കെന്തു ഫലമാണുള്ളത്? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.